യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ വൈൻ ഉണ്ടാക്കാൻ പോവാണ്. 2 തരത്തിലുള്ള വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മുന്തിരി വൈനും പിന്നെ ഒന്ന് രുചിക്ക്. അപ്പോൾ വീഡിയോയിലോട്ട്. നമ്മുടെ മുന്തിരി എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഈ മുന്തിരി വേണോ? ഇതിൻ്റെ തൊലി പോയതാണോ? ഇളകി പോയതോ? അപ്പോൾ നമ്മുടെ മുന്തിരി നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഇങ്ങനെ എന്താ പറയുന്നത്, അടത്തിയിടുക, ഇളക്കി അങ്ങ് വയ്ക്കുക. അതുപോലെ അങ്ങോട്ട് നുള്ളിപ്പിച്ചെടുക്കുക. ഈ വെള്ളത്തിൽ കൊണ്ട് കൈമുക്കി. ചൂടുവെള്ളമാണ്. അല്ല, ചൂടില്ല, തണുത്തു. അപ്പം ഞാനും കൂടെ സഹായിക്കാം. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല. നിങ്ങൾ എന്തിനാ അതിലോട്ട് എടുത്തിട്ട്? വേസ്റ്റ് ആയിരുന്നു. ഇത് നല്ല മുന്തിരിയാണ് ഗൈസ്. ഞാനാണ് പോയി വാങ്ങിയത്. അതുകൊണ്ട് നല്ല സൂപ്പർ മുന്തിരി. അമ്മ വരുന്നെങ്കിൽ ഇത്രയുള്ള നല്ലത് കിട്ടൂലായിരുന്നു. കഴിക്കണം തോന്നും, പക്ഷെ എനിക്ക് കറുത്ത മുന്തിരി ഇഷ്ടമില്ല. ഇപ്പൊ അവിടെ ഒരു അടിയുണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്ത് അപ്പൊ അവിടെ അടിയാണ്. ഈ മുന്തിരി വേണ്ടില്ല, ഇത് കൊള്ളില്ല. അതല്ല, ഇത് ഇനി ഒരു വൃത്തിയുള്ള വെള്ള തുണിയിലോട്ട് നമ്മൾ കഴുകിയ മുന്തിരി എല്ലാം ഡ്രൈ ആക്കാനായിട്ട് വയ്ക്കുക. ഇതിലാണോ വൈനിടാൻ പോണേ? എന്താ അങ്ങനെ ഒരു എക്സ്പ്രഷൻ? മറ്റേ അതിനെന്ത് പറയണ, ഭരണി കിട്ടാത്തത് കൊണ്ട് കലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ആദ്യം കുറച്ച് മുന്തിരി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഈ സാധനം പൊടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചിടുക. അടുത്ത പഞ്ചസാര. 3 കിലോ മുന്തിരിക്ക് 1.5 കിലോ പഞ്ചസാര അല്ലേ അമ്മ? ഇപ്പോൾ കുറച്ച് പഞ്ചസാര തട്ടി. ഇനി ഗോതമ്പ് നന്നായി കഴുകി ഉണക്കിയ ഗോതമ്പ് ഇടുക. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അത് കലമായതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല പോഷ് ചെയ്ത് ഇതാക്കാൻ പറ്റില്ല. ബിക്കോസ് കലപ്പെട്ട് പോയാലും അത് നമ്മൾ പതിയെ എല്ലാം കൂടെ ജസ്റ്റ് മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ല മണം. ഇനി അടുത്ത് തിളപ്പിച്ചാക്കിയ വെള്ളം ഒഴിക്കുക ഇതിലോട്ട്. ഇനി ഇതിലോട്ട് കുരുമുളക് ഇടുക, ഈസ്റ്റ്, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടച്ചു വയ്ക്കുക. നല്ല തുണി വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മുന്തിരി വൈനിവിടെ ഏകദേശം റെഡിയായി. ഇനി ഇത് സൺലൈറ്റ് കിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അത് കഴിഞ്ഞ് 21 ദിവസത്തേക്ക് അതിൻ്റെ അടുത്തോട്ട് ആരും പോകരുത്. ഓൾ ദ ബെസ്റ്റ്. ഹലോ മൈ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്തിരി വൈൻ അമ്മ സെറ്റാക്കി വെച്ച് നെല്ലിക്ക വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ആ സ്റ്റാറ്, പിന്നെ ചുക്ക് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന്
ചതച്ചെടുക്കുക. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നെല്ലിക്ക പൊട്ടിക്കാനായിട്ട് നെല്ലിക്കയുടെ ഈ ഭാഗത്തൊന്നും പൊട്ടിക്കരുത്, ഈ നടുഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വേണം ഇടാനായിട്ട്. ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നെല്ലിക്ക പൊട്ടിക്കാം. പിന്നെ നമ്മുടെ നെല്ലിക്കയ്ക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ചധികം കഷ്ടപ്പെട്ടു, ഇതിൽ കുഴപ്പമുണ്ട്. ഇനി എടുത്ത് നമ്മുടെ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ഇനി വൈനിടാൻ തുടങ്ങാം. വീണ്ടും ശർക്കര, നമ്മുടെ മസാലക്കൂട്ട് ഇട്ട ശേഷം ഇനി ഗോതമ്പ്. ഇനി എടുത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഗൈസ് നമ്മുടെ നെല്ലിക്ക വൈൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ കാത്തിരുന്ന് നമ്മൾ വൈൻ പൊട്ടിക്കാൻ പോവാണ്. 21 ദിവസമാണ് പറഞ്ഞതെങ്കിലും ഇപ്പൊ കറക്റ്റ് 1 മാസമായി. കഴിഞ്ഞ 24-ാം തീയതിയാണ് ഞങ്ങൾ വൈൻ ഇട്ടത്. ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കലക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പൊട്ടിക്കാൻ പോവാണ്. എന്താവോ അല്ല ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരി വൈന്. ഇത് നെല്ലിക്ക വൈനാണ്. നെല്ലിക്ക ഇച്ചിരി ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പൊ ആദ്യം നെല്ലിക്ക പൊട്ടിക്കാം. പിടിച്ചോ പിടിച്ചോ. നല്ല മണമുണ്ട്. അമ്മേ, ഇനി അടുത്ത നെല്ലിക്കയാണ് പൊട്ടിക്കാൻ പോകുന്നത്. 1 തോർത്തുള്ളൂ, 2 തോർത്ത്, സോറി മുന്തിരി തെറ്റിപ്പോയി. 2 തോർത്ത് മേടിച്ചതായിരുന്നു. ഒരെണ്ണം ഞാൻ അങ്ങ് എടുത്തു, അറിയാതെ എടുത്തതാണ്. എന്തായാലും നെല്ലിക്ക സക്സസ്. ഇനി മുന്തിരി. കിട്ടല്ലേ? അയ്യോ, നിക്ക്. മറ്റേ ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ദിലീപിന്റെ ഈ മുന്തിരിയിൽ ഇങ്ങനെ മാമരം കൂട്ടിലെ മായജാലം, അങ്ങനൊരു പാട്ടുണ്ടല്ലോ. Cheers. മതി, കൊള്ളാം. ഒന്ന് മതി. കുറെ കുപ്പികൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 4 കുപ്പി എടുത്തിട്ടുണ്ട്. 4 തികയണം. ഹലോ മൈ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ വൈനൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന വീഡിയോയും ഓഡിയോയും ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. ബിക്കോസ് വീഡിയോ എടുത്തപ്പോൾ ഓഡിയോ കിട്ടിയിട്ടില്ല. അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല.
അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വൈനിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാനും എൻ്റെ അമ്മയും കൂടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞായിരുന്നു. ബട്ട് ഓഡിയോ കിട്ടിയിട്ടില്ല. എനിവേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അത്രയുള്ളൂ. ബൈ.